Welcome to another session of Sustainable Engineering, MCN 201, Module 3, Lecture 2. Myself, Rahul Anand, Assistant Professor, Department of Mechanical Engineering, Sri Narayana Institute of Technology, Adur. In this lecture, we are going to study about standards. We all know about ISO standards. നമുക്കെല്ലാവർക്കും ISO സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അറിയാം. ഓക്കെ, എന്താണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A standard is a document that provides requirements, specification, guidelines, or characteristics that can be used consistently to ensure the material, product, process, and service are fit for their purpose. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഒരു റിക്വയർമെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻ്റ് ആയിട്ടും സ്പെസിഫിക് ആയിട്ടും ഗൈഡ് ലൈൻസുമായിട്ടും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എന്ത് പ്രോഡക്ട്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമുക്ക് പറയും, അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, സ്പെസിഫിക്കേഷൻസിനനുസരിച്ച്, ഗൈഡ് ലൈൻസിനനുസരിച്ച്, ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് നമുക്ക് വേണ്ട ഒരു മെറ്റീരിയൽ നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട് നമ്മുടെ പർപ്പസിനനുസരിച്ച്. ഫിറ്റ് ഫോർ അവർ പർപ്പസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണ്, പെപ്സിയുടെ ഒരു പ്രോഡക്റ്റ്, അതിനെ നമുക്ക് അതിൻ്റെ സെയിം ഫ്ലേവറുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ പെപ്സി തരുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് വേറെ പ്രോഡക്റ്റ്സ് തന്നാലും പക്ഷേ സ്റ്റാൻഡേർഡ്സ് നമുക്ക് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ്സ് തരത്തില്ല അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. അതുകൊണ്ടാണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കാണിച്ച ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് വരുന്നത് റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ്, പിന്നെ അതുപോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സ്വർണത്തിലൊക്കെ, ഓർണമെന്റ്സിലൊക്കെ. പിന്നെ ഫുഡിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് FSSAT എന്ന് പറഞ്ഞുകൊണ്ട്, FSI എന്ന് പറഞ്ഞുകൊണ്ട്, അതെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ ISS, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ISS ഉണ്ട് നിങ്ങൾക്ക്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് ISO റിലേറ്റ് ചെയ്ത് വരുന്ന എന്താണ് ISOയുടെ നമുക്ക് വേണ്ട എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത്. അപ്പം ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ISO? ISO എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്, സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ISO എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ്. റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. സ്റ്റാൻഡേർഡൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ പല, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് ആണ്, സ്കൂൾ റിലേറ്റഡ് ആണ്, അതിനൊരു ISO ഉണ്ട്. പിന്നെ പ്രോഡക്ട്സിനാണെങ്കിൽ ISO ഉണ്ട്, കമ്പനീസിനാണ് ISOs ഉണ്ട്. ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസിനും അല്ലെങ്കിൽ പ്രോസസ്സുകൾക്ക് അതിനെല്ലാം എന്താണ് ISO റിലേറ്റ് ചെയ്താണ് പോകുന്നത്. ഇപ്പം ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ്, അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് വോളണ്ടറി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് സച്ച് ആസ്, കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ISO 9000 ആണ്, ക്വാളിറ്റി മാനേജ്മെന്റിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. പിന്നെ ISO 14000 എന്ന് പറയുന്നത്, 14000 എന്ന് പറയുന്ന എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആണ്. ഇതാണ് നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിളിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് ഈ പറയുന്ന 14000 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ISO എന്താണ്, 26000 ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയുള്ളതാണ് 26000. പിന്നെ ISO 5001 എന്ന് പറയുന്നത് എനർജി മാനേജ്മെന്റിന് വേണ്ടിയുള്ളതാണ്, 51,000 എന്ന് പറയുന്ന ISO. പിന്നെ ISO 22,000 എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ISO ആണ്.
ISO 27001 എന്ന് പറയുമ്പോൾ 27001 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് IT റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസിനുള്ള മാനേജ്മെൻറ്റ് ISO ആണ്. പിന്നെ ISO 45001 എന്ന് പറയുന്നത് ഒക്യുപ്പേഷൻ ഹെൽത്ത് സേഫ്റ്റി റിലേറ്റഡ് വരുന്നതാണ്. 45001 എന്ന് പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ISO ആണ്. അപ്പം ഇത്രയും ISOs ആണ് ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിന് വേണ്ടിയും നമ്മുടെ സോഷ്യലിന് വേണ്ടിയും എനർജീസിൻ്റെ ഫുഡ് സേഫ്റ്റിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഇതിനൊക്കെ വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷന് ഹെൽത്ത് ഓക്യുപ്പേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളത്. അപ്പം ഇതിനകത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ISO 14000 ആണ്. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻ്റ് ആണ് അത് നമുക്ക് വേണ്ടത്. ISO 14000 എന്ന് പറയുന്ന ഈ സീരീസ് ഓഫ് വോളണ്ടറി സ്റ്റാൻഡേർഡ്സ് ഇൻ ദ എൻവയോൺമെൻറ്റൽ ഫീൽഡ് under the development of ISO, International Organization Standards for Organization for Standards in the അണ്ടറിലുള്ള ISO ആണ് 14000 എന്ന് പറയുന്നത്. To help the organization to meet the environmental performance. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എനർജി മാനേജ്മെന്റ് സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഈ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തായിരിക്കും നടക്കുന്നത്. പ്രൊസീജിയേഴ്സ് ഓഫ് ഹൗ ടു അച്ചീവ് ദ ഗോൾസ്. ഓരോ ഓർഗനൈസേഷൻസിന്റെ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാം, നോട്ട് വാട്ട് ഗോൾസ് ടു ബി അച്ചീവ്ഡ്, എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഈ ISO സെറ്റ് ചെയ്തിരിക്കുന്നത്. ISO 14000 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് ISO 14001 ഇതൂടെ ക്ലബ് ചെയ്ത് വരുന്നതാണ് ISO 14000 എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് കണ്ടെയ്ൻ റിക്വയർമെന്റ്സ്, ഈ പറയുന്ന എൻവയോൺമെന്റൽ പെർഫോമൻസിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. മെയിൻലി 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇതിനെ ISO ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ISO ഞാൻ പറഞ്ഞായിരുന്നു ISO 2 ഗ്രൂപ്പായിട്ട് ISO 14000 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്, കോംപ്രിഹെൻസീവ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് EMS മാനേജ്മെന്റ് സിസ്റ്റം, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചാണ്, കഴിഞ്ഞ സെഷനിൽ പഠിച്ചാണ്. അപ്പം അതിനെ ബേസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ ലെക്ചർ 1 അപ്പം ഓർഗനൈസേഷൻ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. EMS സിസ്റ്റത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അതിന് വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കുന്നതാണ് ഓർഗനൈസേഷൻ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നേരത്തെ വരുന്നതാണ് 14001 സീരീസ് എന്ന് പറയുന്നത്, 1410 എന്ന് പറയുന്നതും 1430 എന്ന് പറയുന്ന സീരീസുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പ്രോഡക്റ്റ് ബേസ്ഡ്. ഒന്ന് ഓർഗനൈസേഷൻ ബേസ്ഡ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. പ്രോഡക്റ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്, കോംപ്രിഹെൻസീവ് ഗൈഡൻസ് ഫോർ providing both environmental impact of products and services over their lifespan. ഒരു പ്രോഡക്റ്റിൻ്റെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ സർവീസസും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള ISOs എന്ന് പറയുന്നത് 14020, 14040 സീരീസും 14060 സീരീസുകളുമാണ് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. 20, 40, 60 സീരീസ്, 14ന്റെ 20, 40, 60 സീരീസുകളാണ് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. അടുത്തത് ഈ 14 സീരീസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് തന്നെ ഒന്നുകൂടെ സബ് ഡിവൈഡ് ചെയ്ത് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ISO 14001 എന്ന് പറയുന്നത് EMS സിസ്റ്റത്തിനെയാണ് ബേസ് ചെയ്തത്. അതിൽ തന്നെ നമുക്ക് 001 ഉണ്ട്, 004 ഉണ്ട്. 001 എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്സിനെയും 004 എന്ന് പറയുന്നത് ജനറൽ ഗൈഡ് ലൈൻസിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഓഡിറ്റ്. നേരത്തെ ISO 14010 എന്ന് പറഞ്ഞായിരുന്നു, അതും ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് വരുന്നതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനകത്തിലെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് ആണ് വരുന്നത്. 10 എന്ന് പറയും, 1410 എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഓഡിറ്റിങ്ങിന്റെ. അതുപോലെ തന്നെ 11 എന്ന് പറയുന്ന ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. 14012 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഫോർ എൻവയോൺമെന്റൽ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതിനകത്തിലുള്ളതാണ് 2024 വരുന്നത്. 14020, 14024 എൻവയോൺമെന്റ് ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ്.
ഒരു പ്രോഡക്റ്റിന്റെ ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് അതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് 2024. അടുത്ത എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇവാലുവേഷൻ, ഇത് ഓർഗനൈസേഷൻ റിലേറ്റഡ് ചെയ്ത് വരുന്നതാണ്. അപ്പം അതിനകത്തിലെന്ന് പറയും ഇവാലുവേഷൻ ഗൈഡ് ലൈൻസ് ആണ്. 031 ഇവാലുവേഷൻ ഗൈഡ് ലൈൻസ് ആണ്. അടുത്ത ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണ്. LCA എന്ന് പറയും. ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെ അസസ്മെന്റ് നടത്തുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് പ്രോഡക്റ്റ് റിലേറ്റഡ് ആണ് വരുന്നത്. നമുക്ക് അതിനെ P എന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് EPE എന്ന് പറയുന്ന പെർഫോമൻസ്, ഇത് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന O ആണ്. ഇതും പ്രോഡക്റ്റ് റിലേറ്റഡ് ആണ് വരുന്നത്. EL എന്ന് പറയുന്നത് ലേബലിംഗ് വരുന്നത്. എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്താണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഓർഗനൈസേഷൻ റിലേറ്റഡ്, എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ റിലേറ്റഡ്, എൻവയോൺമെന്റൽ ലേബലിംഗ് പ്രോഡക്റ്റ് റിലേറ്റഡ് ആണ്. പ്രോഡക്റ്റ് റിലേറ്റഡ് ആണ്. എൻവയോൺമെന്റൽ പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ അതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആണ്. ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, അത് പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ ആണ്, പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. അടുത്തത് നമ്മൾ നേരത്തെ EMSന്റെ കാര്യം പറഞ്ഞാൽ അതിനകത്തിൽ വരുന്നത് EMSന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പം EMSന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് എൻവയോൺമെന്റൽ പെർഫോമൻസ്, എൻഹാൻസ് കോംപ്ലിയൻസസ്, increases efficiency and reduce cost, competitive advantages in the global market, improved image of organization among the public, enhance the employees' morals, reduce the risk potential, pollution reduce and resource conservations. അപ്പം ഇതെന്ന് പറയുന്നത് EMSന്റെ ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ എന്താണ് ഇത് വേണ്ടത്, EMS വേണ്ടത് എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ് അത് തന്നെയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇപ്പം ഈ കേസിൽ നമ്മൾ EMS പറഞ്ഞതുകൊണ്ട്, ഓർഗനൈസേഷൻ ബേസ്ഡ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതിനകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് EMSന്റെ ബെനിഫിറ്റ്സുകൾ. അടുത്ത നമ്മൾ നോക്കിയായിരുന്നു. അപ്പം സോർട്ടിംഗ് സർവീസിന്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കി. അതിനകത്തിൽ നിന്ന് ISO 14001 എന്ന് പറയുന്നത് 14001 എന്ന് പറയുന്നത് അത് ഓർഗനൈസേഷൻ ബേസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ISO 14001 environmental certification provide a framework for the environmental management best practices to help the organization to minimize their environmental footprint, diminish the risk of pollution incidents, provide operational improvements ഒക്കെ provide ചെയ്യും, ensure compliances with relevant environmental allegations and develop their business in a sustainable manner. ഒരു സസ്റ്റൈനബിൾ മാനറിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സും ഈ പറയുന്ന ISO 14001 എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഓർഗനൈസേഷൻ. എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബേസ്ഡ് ആണ്. അപ്പം ഓർഗനൈസേഷൻ ബേസ്ഡ് അതിൽ വരുമ്പം EMS സിസ്റ്റംസ് ആണ് വരുന്നത്. ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതിനകത്തിൽ 4 സ്റ്റെപ്സ് ആയിരുന്നു നമുക്കുള്ളത്. എന്താണ്? പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഈ 4 ഉണ്ടായിരുന്നത്. അപ്പം അതിന്റെ കേസ് തന്നെയാണ് വരുന്നത്. അത് ISOമായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ISOയോട് വരുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ പോളിസി ഡോക്യുമെന്റ്സ്, റിട്ടേൺ ഡോക്യുമെന്റ് വിച്ച് ഷോസ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് എൻവയോൺമെന്റ് ആണ്. അതിന്റെ ഫസ്റ്റ് ആണ് ഇനീഷ്യൽ റിവ്യൂ ആണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം പ്ലാനിങ് നടക്കുന്നുണ്ട്. പ്ലാൻസ് ടു ഐഡന്റിഫൈ ആക്ടിവിറ്റീസ് ടു അച്ചീവ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ എൻവയോൺമെന്റൽ പോളിസി ഡോക്യുമെന്റ്. എന്താണ് പോളിസി ഡോക്യുമെന്റ്സിനകത്തിൽ എഴുതിയിരിക്കുന്നത് അത് രീതിയിലുള്ള പ്ലാനിങ് നമ്മൾ ഇവിടെ നടക്കും. ഫിക്സിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്രോഗ്രാംസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡു എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ട്രെയിനിങ് ആൻഡ് അവയർനെസ് ടു ദ എംപ്ലോയീസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്ലാൻഡ് ആക്ടിവിറ്റീസിന്റെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നു. പ്രിപ്പയർനെസ് ഓഫ് എമർജൻസി റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് എന്താണ്? ചെക്ക്. കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുകയാണ്. കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ മോണിറ്ററിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് പൊല്യൂഷൻ
പൊല്യൂഷൻ കംപ്ലൈൻസസ് നടക്കുന്നത്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോളിഡ് സ്റ്റേറ്റ്സ്, ഇതിൻ്റെയൊക്കെ പീരിയോഡിക്കൽ കണ്ടക്ഷൻ ഓഫ് EMS ഓഡിറ്റ്. അപ്പം ഓഡിറ്റ് എന്ന സെക്ഷനും ഇവിടെ എന്ത് വരുന്നുണ്ട്, ISO ഓഡിറ്റും ഇവിടെ വരുന്നുണ്ട്. EMS ഓഡിറ്റിംഗ് ഇവിടെ എൻവയോൺമെന്റൽ ഓഡിറ്റിങ്ങും ഇവിടെ നടക്കുന്നു. അതിനുശേഷം പോകുന്ന സ്റ്റെപ്പാണ് ആക്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെന്റ് റിവ്യൂ ആണ് നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത്, ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാനിങ്ങിലേക്ക് വീണ്ടും പോകുന്നു. പിന്നെ ഒരു സൈക്കിൾ പോലെയാണ് ഇത് നടക്കുന്നത്. ഡോക്യുമെന്റ്സ് ഓക്കെ ആണെങ്കിൽ മാത്രം, പോളിസീസിന്റെ ബേസിസിലാണ് നടക്കുന്നെങ്കിൽ ഇതൊരു വീണ്ടും ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. നേരത്തെ ഈ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ISO സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി അപ്ലൈ ചെയ്യുന്നു. ISO 140 സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് കമ്പനി അപ്ലൈ ചെയ്യുന്നു. സർട്ടിഫൈഡ് ലീഡ്സ് ഓഡിറ്റേഴ്സ് ഫ്രം എ സർട്ടിഫിക്കേഷൻ ബോഡി ഓഡിറ്റ്സ് ആൻഡ് അസസ് ടു EMS ഫോർ ദ കമ്പനി, EMS ഓഫ് ദ കമ്പനി. അപ്പം അതൊരു കമ്പനി ഒരു സർട്ടിഫിക്കേഷൻ ബോഡി ഉണ്ട്, അതിലേക്ക് കൊടുക്കുന്നു. അവര് ഈ പറയുന്ന EMS സിസ്റ്റം അസസ് ചെയ്യുന്നു. കമ്പനിയിൽ അസസ് ചെയ്തിട്ട് കമ്പനിയുടെ EMS സിസ്റ്റം എന്ന് പറയുന്നത് ISO മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നു. സർട്ടിഫിക്കേഷൻ ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡഡ് ഫോർ 3 years ആണ്. 3 വർഷത്തേക്കാണ് ഇവർ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഡിറ്റ് ടു ബി ക്യാരിഡ് ഔട്ട് ഇനീഷ്യലി വൺസ് ഇൻ 6 months ആൻഡ് thereafter ആനുവലി. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ്റെനൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം ആനുവലി എന്ത് ചെയ്യണം, അത് കണ്ടക്ട് ചെയ്യണം. കണ്ടക്ട് ആനുവൽ മാനേജ്മെന്റ് റിവ്യൂ. ആനുവൽ മാനേജ്മെന്റ് റിവ്യൂ എന്താണ്, ഓരോ വർഷവും എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അതിനുശേഷം ISO റീസർട്ടിഫിക്കേഷന് വേണ്ടി ഈ 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവര് ISO സർട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. സെയിം പ്രോസസ്സ് ഇവര് EMS ഒന്നുകൂടെ നോക്കുന്ന ഈ ബോഡി ഒക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ്സിൽ എത്തുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എന്ത് ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻസ് 3 വർഷത്തേക്ക് കൊടുക്കുന്നു. പിന്നെ ആനുവൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ആനുവൽ മാനേജ്മെന്റ് റിവ്യൂസ് നടത്തിയതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ വീണ്ടും സർട്ടിഫിക്കേഷന് വേണ്ടി അവർക്ക് അപ്ലൈ ചെയ്യും.